ക്ഷേത്രം പണിതു കഴിഞ്ഞപ്പോൾ അയ്യപ്പന് ഏതു തരത്തിലുള്ള വിഗ്രഹമാണ് നിർമ്മിക്കേണ്ടത് എന്ന ചോദ്യവും ഉയർന്നു. അപ്പോൾ പരശുരാമൻ ശാസ്താവിന്റെ വിഗ്രഹവുമായി അവിടെ എത്തി. വിഗ്രഹം പട്ടബന്ധനം ചെയ്യപ്പെട്ട രീതിയിലായിരുന്നു. കൂടാതെ തത്വമസി എന്ന് അർത്ഥം സൂചിപ്പിക്കുന്ന ചിന്മുദ്രയോടുകൂടിയ ഭഗവാന്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിക്കേണ്ടതെന്ന് ദൈവഹിതത്താൽ മകരസംക്രാന്തി നാൾ തൈമാസ ആരംഭത്തിൽ കൃഷ്ണപക്ഷം പഞ്ചമി തിഥി ഉത്രം നക്ഷത്രത്തോടുകൂടിയ ശുഭദിനത്തിൽ പരശുരാമൻ ശ്രീ ധർമ്മശാസ്താവിനെ പ്രതിഷ്ഠിച്ചു. അന്നു മുതൽ വർഷം തോറും മകരസംക്രാന്തി ദിവസം അയ്യപ്പ ഭക്തന്മാർക്ക് ഭഗവാൻ ദർശനം നൽകി പരിപാലിക്കുന്നു. ഇതോടൊപ്പം തന്റെ ഗുരുവിന് കൊടുത്ത വാക്കും ഭഗവാൻ നിറവേറ്റുന്നു. എന്നിൽ അഭയം തേടുന്നവർ സദ്ഗതി പ്രാപിക്കുമെന്ന് അരുൾ ചെയ്യും വിധം വലതു കൈ വലതു മുട്ടുകാലിന്മേൽ താങ്ങി അഭയഹസ്തം നീട്ടി ഭഗവാൻ കുടികൊള്ളുന്നു. അതായത് തന്നിൽ അഭയം പ്രാപിക്കുന്നവർക്ക് ശരണം നൽകുന്ന ദിവ്യരൂപമാണിത്. ഭക്തർ വ്രതമനുഷ്ഠിക്കുന്ന രീതിയാണിത്. അയ്യനെ കാണാൻ വരുന്ന സ്വാമിമാർ ഗുരുസ്വാമിയിൽ നിന്ന് മാലയണിഞ്ഞ് ഉപദേശം സ്വീകരിച്ച് ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിക്കേണ്ടതാണ്. ഭക്ഷണത്തിൽ മത്സ്യമാംസാദികൾ ഒഴിവാക്കണം. സത്യം, ധർമ്മം, അഹിംസ തുടങ്ങിയവ ശീലമാക്കണം. ശബരിമലയ്ക്ക് പോകുന്ന ഭക്തന്മാർ അച്ചടക്കത്തോടും സഹനശക്തിയോടും കൂടിയുള്ളവരായിരിക്കണം. തന്റെ ശരീരം പാകപ്പെടുത്തി ഒരു മണ്ഡലക്കാലം വ്രതമിരുന്ന് മനസ്സിൽ അയ്യപ്പനെ ധ്യാനിച്ച് കഴിയേണ്ടതാണ്. വ്രതമിരിക്കുന്നത് പൂർണ്ണനിഷ്ഠയോടെയായിരിക്കണം. തീർച്ചയായും ബ്രഹ്മചര്യം അനുഷ്ഠിക്കുകയും വേണം. ഈ പരിശ്രമം മൂലമാണ് മനസ്സ് പക്വതയാർജിക്കുന്നത്. വ്രതമനുഷ്ഠിക്കുന്ന ഭക്തന്മാർ രാവിലെയും വൈകുന്നേരങ്ങളിലും കുളിച്ച് നീല അല്ലെങ്കിൽ കറുപ്പ്, അതുമല്ലെങ്കിൽ കാവി നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് അയ്യപ്പ മന്ത്രങ്ങൾ ഉരുവിടേണ്ടതാണ്. തുളസിമാലയണിഞ്ഞ അയ്യപ്പ ഭക്തന്മാർ ഒരു മണ്ഡലക്കാലം വ്രതമെടുക്കുന്ന സമയത്ത് എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് ഒരുമിച്ചുകൂടി അയ്യപ്പന്റെ വിളക്കുത്സവങ്ങളിൽ പങ്കെടുക്കുകയും അയ്യപ്പ കീർത്തനങ്ങൾ പാടി ഭജനമിരിക്കുകയും ശീലമാക്കി മാറ്റേണ്ടതാണ്.